ഇന്ന് നമ്മൾ ക്യൂബർനെറ്റീസിന്റെ സീരീസിലെ സെക്കൻഡ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പ്രീവിയസ് വീഡിയോയിൽ എന്താണ് ക്യൂബർനെറ്റീസ് എങ്ങനെയാണ് ഈ ഒരു കണ്ടെയ്നേഴ്സിനെ ഓട്ടോമാറ്റിക്കലി മാനേജ് ചെയ്യുന്നത്, ബാക്കി അവൈലബിൾ ആയിരിക്കുന്ന ഒരു എസ്പെഷ്യലി ഇപ്പോൾ ഡോക്കർ കമ്പോസിനെ ഒക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യൂബർനെറ്റീസിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫണ്ടമെന്റൽ കോമ്പോണൻസും ബേസിക് ആർക്കിടെക്ചറും ആണ് കേട്ടോ. അപ്പോൾ ക്യൂബർനെറ്റീസ് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതൊരു ഓപ്പൺ സോഴ്സ് കണ്ടെയ്നർ ഓർക്കസ്ട്രേഷൻ പ്ലാറ്റ്ഫോം ആണ്. അതായത് നമ്മുടെ നമ്മുടെ ഒരു കണ്ടെയ്നറൈസ്ഡ് ആപ്ലിക്കേഷന്റെ അതിന്റെ സ്കെയിലിങ്ങിനും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഡിപ്ലോയ്മെന്റിനും മാനേജ്മെന്റിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂൾ ആണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഒട്ടും താമസിക്കാതെ ഫസ്റ്റ് ഈ ഒരു ക്യൂബർനെറ്റീസിന്റെ ഫണ്ടമെന്റൽ കോമ്പോണൻസ് എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ക്യൂബർനെറ്റീസിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് ഏതാണെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടെയ്നർ എന്നാ പറയുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു കണ്ടെയ്നർ ഓർക്കസ്ട്രേഷൻ പ്ലാറ്റ്ഫോം ആണ്. അതിന്റെ ഡെഫിനേഷനിൽ തന്നെയുണ്ട്. നമ്മുടെ ഒരു ആപ്ലിക്കേഷനെ റിലയബിൾ ആയി സ്കെയിലപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഒരു ക്യൂബർനെറ്റീസ് യൂസ് ചെയ്യുന്നത്. സോ കണ്ടെയ്നേഴ്സിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ക്യൂബർനെറ്റീസിനെ കുറിച്ച് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷന്റെ ഒരു എക്സിക്യൂട്ടബിൾ പാക്കേജ്, ഒരു പോർട്ടബിൾ ലൈറ്റ് വെയിറ്റ് എക്സിക്യൂട്ടബിൾ പാക്കേജ് ആണ് ഈ ഒരു കണ്ടെയ്നേഴ്സ്. നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും, അതിപ്പം റൺ ടൈം ആയാലും ആപ്ലിക്കേഷൻ കോഡ്, ലൈബ്രറീസ്, എൻവിറോൺമെന്റ് വേരിയബിൾസ്, കോൺഫിഗറേഷൻ ഫയൽസ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഈ കണ്ടെയ്നർ എന്ന് പറയുന്നത്. ഇതൊരു ഐസോലേറ്റഡ് പാക്കേജ് ആണ്. അതായത് നമുക്ക് എവിടെ വേണമെങ്കിലും ഈ ഒരു കണ്ടെയ്നറിനെ ഡിപ്ലോയ് ചെയ്യാം. അവിടെ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതെല്ലാം ഈ ഒരു കണ്ടെയ്നറിന്റെ അകത്തുള്ളത് കൊണ്ട് നമ്മുടെ ഈ ഡിപ്ലോയ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിന് ഇത് ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യില്ല. അതായത് ഇപ്പോൾ നമ്മുടെ സെർവറിലോ ക്ലൗഡിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഡോക്കർ പോലുള്ള ടൂൾസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കണ്ടെയ്നേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം, അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. എക്സാമ്പിൾ ആയിട്ട് ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു റിയാക്ട് ആപ്ലിക്കേഷൻ ഉണ്ട്. ഫ്രണ്ട് എൻഡിൽ നമ്മുടെ ഒരു ഫുൾ സ്റ്റാക്ക് ആപ്ലിക്കേഷന്റെ ബാക്ക് എൻഡ് ബിൽഡ് ചെയ്തിരിക്കുന്നത് നോഡ് ജെഎസ് യൂസ് ചെയ്തിട്ടാണ്. പിന്നെ മോങ്കോ ഇൻസ്റ്റൻസ് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് കണ്ടെയ്നേഴ്സ് ബിൽഡ് ചെയ്യാം. ഇപ്പോൾ ഒരു കണ്ടെയ്നർ രജിസ്ട്രി, ഇപ്പോൾ ഡോക്കർ ഹബിലേക്കൊക്കെ നമുക്കിത് സ്റ്റോർ ചെയ്യാം. അവിടുന്ന് ആവശ്യമുള്ള യൂസേഴ്സിന് ഈ ഒരു ഇമേജ് പുൾ ചെയ്ത് യൂസ് ചെയ്യാം. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പ്രീവിയസ് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ യൂട്യൂബ് വീഡിയോസ് റെഗുലർ ആയിട്ട് ചെയ്യുന്നവർ ഓൾറെഡി ആ വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ഡെഫിനറ്റ് ആയിട്ടും കണ്ടെയ്നറിന്റെ ബേസിക് കോൺസെപ്റ്റ് എങ്കിലും പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. അത് നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിൽ നിന്ന് വന്നാലും ഏത് ഫ്രെയിം വർക്കാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും കണ്ടെയ്നറിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ക്യൂബർനെറ്റീസ് കോൺസെപ്റ്റിലേക്ക് വരിക. ഈ ഒരു ക്യൂബർനെറ്റീസിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കോമ്പോണന്റ് അതിന്റെ പോഡ് അല്ലെങ്കിൽ പോഡ്സ് ആണ്. അതായത് നമ്മൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് കണ്ടെയ്നർ ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കണ്ടെയ്നറിനെ ഒരിക്കലും ക്യൂബർനെറ്റീസ് ഡയറക്ട്ലി അല്ല ഹാൻഡിൽ ചെയ്യുന്നത്. ഇത് പോഡ്സ് ത്രൂ ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് പോഡ് ഒരു ബോക്സ് ആണെന്ന് വിചാരിച്ചു. അവിടെ നമ്മൾ നമ്മുടെ ഒന്നോ അതിൽ കൂടുതലോ കണ്ടെയ്നേഴ്സിനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യും. അതായത് നമ്മളെ ഒരു കണ്ടെയ്നേഴ്സിനെ ഡിപ്ലോയ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണിത്. നമുക്ക് ഒരു സിംഗിൾ കണ്ടെയ്നറിനെ പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കണ്ടെയ്നേഴ്സിനെ പ്ലേസ് ചെയ്യാം. അത് നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ചാണ്. എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ നോഡ് ജെഎസ് ആപ്ലിക്കേഷൻ എടുത്താൽ അതും അതിന്റെ ഹെൽപ്പർ കണ്ടെയ്നറും എക്സാമ്പിൾ ലോഗർ കണ്ടെയ്നർ എല്ലാം കൂടെ അത് ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടതല്ലേ. അതായത് അത് ചിലപ്പോൾ ഫയൽസ് ഒക്കെ ഷെയർ ചെയ്യേണ്ടി വരും. ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ഇങ്ങനെ വരുന്ന കേസിൽ ഇങ്ങനെ രണ്ട് കണ്ടെയ്നേഴ്സിനെ അല്ലെങ്കിൽ നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഒന്നോ അതിൽ കൂടുതലോ കണ്ടെയ്നേഴ്സിനെ ഒരു സിംഗിൾ പോഡിന്റെ ഉള്ളിൽ നമുക്ക് പ്ലേസ് ചെയ്യാം. ഇനി ഒരു പോഡ് എടുത്താൽ അതിന് സ്പെസിഫിക് ആയിട്ട് ഒരു ഐപി അഡ്രസ് അസൈൻ ചെയ്തിട്ടുണ്ടാവും. പോഡ്സ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇത് ത്രൂ ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന മാസ്റ്റർ നോഡാണ് ഇതിനെ മാനേജ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പ്രീവിയസ് കണ്ടെയ്നറിന്റെ സെഷനിൽ ഒരു വോളിയത്തിനെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നു. അതായത് ഡാറ്റ പെർസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വോളിയം യൂസ് ചെയ്യുന്ന സ്റ്റോറേജ് വോളിയംസ് ഉണ്ട്. ഇപ്പോൾ ഒരു പോഡ് എടുത്താൽ അതിന്റെ ഉള്ളിൽ മൾട്ടിപ്പിൾ കണ്ടെയ്നേഴ്സ് ഉണ്ടെങ്കിൽ ഈ ഒരു എൻവിറോൺമെന്റ് വേരിയബിൾസും കോൺഫിഗറേഷൻസും സ്റ്റോറേജ് വോളിയംസും നെറ്റ്വർക്ക്സും അതുപോലെ തന്നെ ഐപി അഡ്രസ്സും പോഡ് സ്പേസസ് എല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ ഒരു കണ്ടെയ്നറിന്റെ ഒരു പോഡിന്റെ ഉള്ളിലുള്ള കണ്ടെയ്നേഴ്സ് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതായത് അത് സെയിം ആയിരിക്കും. ഒരു പോഡിന്റെ ഉള്ളിൽ മൾട്ടിപ്പിൾ കണ്ടെയ്നേഴ്സ് വന്നാൽ അത് ടൈറ്റ്ലി കപ്പിൾഡ് ആയിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. എന്താ പറയാ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡിവിജ്വൽ കണ്ടെയ്നേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നതിന് പകരം ക്യൂബർനെറ്റീസ് ഈ ഒരു പോഡിനെയാണ് മാനേജ് ചെയ്യുന്നത്.
ഇനി ഒരു ക്യൂബർനെറ്റീസിന്റെ രണ്ടാമത്തെ കോമ്പോണന്റ് നോഡാണ്. ഇതൊരു മെഷീനാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കൽ സെർവർ എടുക്കാം, അല്ലെങ്കിൽ വിർച്വൽ മെഷീൻ വരും. ഇത് നമ്മൾ ഈ ബിൽഡ് ചെയ്തിരിക്കുന്ന പോർട്സ് ഇല്ലേ, നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്ന ആ ഒരു ഇടം, ആ ഒരു കമ്പ്യൂട്ടറിനെയാണ് നമ്മൾ നോഡ് എന്ന് പറയുന്നത്. പോർട്സ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഒരു കണ്ടെയ്നേഴ്സിന്റെ ഗ്രൂപ്പാണ്. ബേസിക്കലി നമ്മുടെ ആപ്ലിക്കേഷൻ തന്നെയാണ്. ആ ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്ന ആ ഒരു പ്ലേസ്, അല്ലെങ്കിൽ ആ ഒരു കമ്പ്യൂട്ടറായിട്ട് മെഷീനെയാണ് നമ്മൾ നോഡ് എന്ന് പറയുന്നത്. മേ 2 ടൈപ്പ് നോഡ് ഉണ്ട് ട്ടോ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് പറയും. ഇപ്പൊ ഒരു വർക്കർ നോഡും ഉണ്ടാവും. അത് മൾട്ടിപ്പിൾ വർക്കർ നോഡ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ മാസ്റ്റർ നോഡ്സും ഉണ്ടാവും. അപ്പൊ ആക്ച്വലി നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്ന ആ ഒരു പ്ലേസ്, അതാണ് വർക്കർ നോഡ്സ് എന്ന് പറയുന്നത്. ഇനി മാസ്റ്റർ നോഡ്സിനെ കൺട്രോൾ പ്ലെയിൻ എന്ന് പറയും. അത് നമ്മൾ ഈ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ക്ലസ്റ്റർ, അതായത് ഈ നോഡ്സ് കമ്പൈൻ ചെയ്ത് ക്ലസ്റ്റർ ഫോം ചെയ്യുവേ, അവിടെ ഡിസിഷൻ മേക്ക് ചെയ്യുന്നത് ഈ ഒരു കൺട്രോൾ പ്ലെയിൻ ആണ്. അതായത് ഏത് നോഡ്സിലാണ് ഈ ഒരു പോഡ് റൺ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ പോഡ് റീസ്റ്റാർട്ട് ചെയ്യണോ, ഈ ഒരു ഡിസിഷൻ എല്ലാം ബിൽഡ് ചെയ്യുന്നത് ഈ ഒരു അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കുന്നത് ഈ ഒരു കൺട്രോൾ പ്ലെയിൻ അല്ലെങ്കിൽ മാസ്റ്റർ നോഡിലാണ്. ബേസിക്കലി 2 ടൈപ്പ് നോഡ്സ് ഉണ്ട്, വർക്കർ നോഡും മാസ്റ്റർ നോഡും. നമ്മൾ പഠിക്കും ഡെഫിനറ്റ് ആയിട്ടും ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ട് പറഞ്ഞാൽ, നമ്മുടെ ഒരു പോഡ്സ്, ഒരു കണ്ടെയ്നേഴ്സിനെ കമ്പൈൻ ചെയ്ത് പോഡ്സ് ബിൽഡ് ചെയ്യും. പോഡ്സിനെ പ്ലേസ് ചെയ്യുന്നത് നോഡ്സിലാണ്. നമ്മൾ ഈ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോഡ്സും നോട്ട്സും അല്ലേ, അപ്പൊ ഈ നോട്ട്സിനെ കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്നതാണ് ഈ ഒരു ക്യൂബർനെറ്റീസിന്റെ ക്ലസ്റ്റർ. അതായത് നമ്മൾ പറഞ്ഞു ഒന്നുകിൽ നിങ്ങൾക്ക് ഫിസിക്കൽ സെർവർ അല്ലെങ്കിൽ വിർച്വൽ മെഷീൻസ് ആയിരിക്കും നിങ്ങളുടെ നോട്ട്സ്. ഇത് കമ്പൈൻ ചെയ്ത് ക്യൂബർനെറ്റീസ് ക്ലസ്റ്റർ ഫോം ചെയ്യും. എഗെയിൻ ഈ ഒരു കൺട്രോൾ പ്ലെയിൻ അല്ലെങ്കിൽ മാസ്റ്റർ നോട്ട്സ് ആയിരിക്കും ഇതിനെയും ഡിസൈഡ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ക്ലസ്റ്ററിനെ മാനേജ് ചെയ്യുന്നതും കൺട്രോൾ പ്ലെയിൻ ആയിരിക്കും. അപ്പം ഇതാണ് ഇതിന്റെ ഒരു ബേസിക് ആർക്കിടെക്ചർ കേട്ടോ. ഫസ്റ്റ് നമ്മൾ കണ്ടെയ്നേഴ്സ്, നമ്മുടെ ആപ്ലിക്കേഷന്റെ ആക്ച്വൽ ആപ്ലിക്കേഷൻ കണ്ടെയ്നേഴ്സ് വരുന്നത് പോഡ്സിലാണ്. ഈ ഒരു മൾട്ടിപ്പിൾ പോഡ്സിനെ കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്നതാണ് ഒരു സെറ്റ് ഓഫ് നോഡ്സ്. എഗെയിൻ ഈ നോഡ്സിനെ കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്നതാണ് ഈ ഒരു കൺട്രോൾ പ്ലെയിൻ. ഇനി നെക്സ്റ്റ് കോമ്പോണന്റ് റെപ്ലിക്ക സെറ്റ് ആണ്. അതായത് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ചെറിയൊരു റിയാക്ട് ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മളത് ബിൽഡ് ചെയ്തൊരു പോഡിൽ പ്ലേസ് ചെയ്തെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ പ്രീവിയസ് വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ എണ്ണം ഇൻക്രീസ് ചെയ്യുവാണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു ബിഗ് സെയിലൊക്കെ വരുന്ന സമയത്ത് നമ്മളൊരു സിംഗിൾ പോഡ് കൊണ്ട് നമ്മുടെ ഈ ഒരു റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വന്നെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഒരു സിസ്റ്റം ക്രാഷ് ആവുന്നതിന് പകരം നമുക്ക് ഇതുപോലെ റെപ്ലിക്കാസ് ബിൽഡ് ചെയ്യാം. അതായത് ക്യൂബർനെറ്റീസിനോട് നമ്മൾ പറയുവാണ്, അല്ലെങ്കിൽ നമ്മൾ ബിൽഡ് ചെയ്യുവാണ്, നമ്മുടെ ഒരു പോഡിന്റെ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു റിയാക്ട് പോഡിന്റെ ഒരു നമ്മുടെ വെബ്സൈറ്റിന്റെ എക്സാക്ട്ലി സെയിം ആയിട്ടുള്ള 3ഓ 2ഓ 5ഓ നമ്മുടെ റിക്വയർമെന്റിനനുസരിച്ചിട്ട് ആ ഒരു റെപ്ലിക്കാസ് അല്ലെങ്കിൽ ഒരു കോപ്പീസ് ബിൽഡ് ചെയ്യും. അത് ഓൾ ടൈം റൺ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. കാരണം നമ്മുടെ ഒരു ലോഡ് ബാലൻസിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഏറ്റവും ബേസിക് ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ലോഡിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻ കേസ് ഏതെങ്കിലും ഒരു പോഡ് ഫെയിൽ ആയിട്ട് ക്രാഷ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു റെപ്ലിക്ക സെറ്റ് തന്നെ പുതിയ എണ്ണത്തിനെ ക്രിയേറ്റ് ചെയ്ത് റീപ്ലേസ് ചെയ്തോളും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ റെപ്ലിക്ക സെറ്റിന്റെ കൗണ്ടും നമുക്ക് വേരി ചെയ്തുകൊണ്ടിരിക്കും റിക്വയർമെന്റിന്റെ അനുസരിച്ച്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ 3 ആണെങ്കിൽ നമുക്ക് 5ലേക്ക് മാറ്റാം. അതായത് അഡീഷണൽ ആയിട്ട് 2 ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഒരു സ്റ്റേബിൾ സ്റ്റേറ്റിലെത്തി, അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഇ കൊമേഴ്സ് ആയിട്ടുള്ള ഒരു ബിഗ് സെയിൽ നടന്നു, അതെല്ലാം കഴിഞ്ഞ് നമ്മളൊരു സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ റൺ ചെയ്യുന്ന ഇത്രയും റെപ്ലിക്കേന്റെ ആവശ്യം ഉണ്ടാവില്ല. ഇത്രയും റെപ്ലിക്ക നമുക്ക് റൺ ചെയ്യേണ്ട ഒരു റിസോഴ്സ് വേസ്റ്റേജ് ആണല്ലേ. സോ തിരിച്ച് നമുക്ക് അതിനെ കട്ട് ഡൗൺ ചെയ്യാം. എത്ര നമ്പർ ഓഫ് പോഡ്സ് ഇപ്പൊ റൺ ചെയ്യണം എന്നുള്ളത് ഡിലീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ മാനുവലി അല്ല ഈ റെപ്ലിക്ക സെറ്റ് ക്യൂബർനെറ്റീസിൽ ബിൽഡ് ചെയ്യുന്നത്. അതിന് നമ്മൾ ഡിപ്ലോയ്മെന്റ് ഒബ്ജക്റ്റ് ത്രൂ ആണ് അച്ചീവ് ചെയ്യുന്നത്. അത് ഡിപ്ലോയ്മെന്റിന്റെ ആ ഒരു പോർഷൻ എത്തുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് റെപ്ലിക്ക സെറ്റ് ബിൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത്രയും നിങ്ങൾ ഓർത്താൽ മതി. അപ്പൊ റെപ്ലിക്ക സെറ്റ് ബേസിക്കലി ഒരു ഫിക്സ്ഡ് നമ്പർ ഓഫ് കോപ്പീസ്, നമ്മുടെ ആപ്ലിക്കേഷന്റെ ഒരു ഫിക്സ്ഡ് നമ്പർ ഓഫ് കോപ്പീസ് അത് ഓൾ ടൈം റൺ ചെയ്യുന്നത് പോലെ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സ് അതാണ് കേട്ടോ. നെക്സ്റ്റ് കോമ്പോണന്റ് സർവീസ് ആണ്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു പോഡ്സ് എന്ന് പറയുന്നത് ടെമ്പററി ആണ്. ഈ ഒരു ക്യൂബർനെറ്റീസിന്റെ കേസിൽ, അതായത് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരുമ്പോൾ ഇത് ക്രാഷ് ആവാം, നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ റെപ്ലിക്ക സെറ്റിൽ നമ്മളിത് പുതിയ ഒരെണ്ണം റീക്രിയേറ്റ് ആവും ക്രാഷ് വരുമ്പോൾ. ഇങ്ങനെ വരുമ്പോൾ എവറി ടൈം ഇതൊരു ന്യൂ പോഡ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ IP അഡ്രസ്സും ചേഞ്ച് ആവും. ഇപ്പൊ ഇമാജിൻ ചെയ്യാം, നമുക്ക് 2 പോഡ്സ് ഉണ്ട്, ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡിനും വേണ്ടിയിട്ട്. ഇപ്പൊ ഇത് ഡെഫിനറ്റ് ആയിട്ടും ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമല്ലോ. അതായത് ഫ്രണ്ട് എൻഡിൽ എന്തെങ്കിലും ഇന്ററാക്ഷൻസ് വരുമ്പോൾ ബാക്ക് എൻഡിലേക്ക് ഒരു API റിക്വസ്റ്റ് പോകും. തിരിച്ച് ആ സർവീസിന്റെ ഹാൻഡിൽ ചെയ്തിട്ട്
ബാക്ക് എൻഡ് ഈ ഒരു റിക്വസ്റ്റിന്റെ റിസൾട്ട് ഫോർവേഡ് ചെയ്യും. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡിനായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ IP അഡ്രസ് വേണമല്ലോ. പക്ഷെ നമ്മൾ പറഞ്ഞു എന്തെങ്കിലും ഒരു ക്രാഷ് വരുമ്പോൾ പുതിയ പോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് ന്യൂ IP അഡ്രസ് ആയിരിക്കും കിട്ടുക. അപ്പൊ എങ്ങനെയായിരിക്കും ഈ ഒരു പെർമനന്റ് ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറ്റുക? ഇതിനൊരു സ്റ്റേബിൾ സൊല്യൂഷൻ ആണ് സർവീസ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു സർവീസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാട്ടോ. ഇതിന്റെ സെലക്ടേഴ്സും ലേബൽസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട്. ഇപ്പൊ നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി. ഇതിനൊരു സ്റ്റാറ്റിക് ഐപിയും അതുപോലെ തന്നെ ഒരു ഫിക്സ്ഡ് ഐപിയും അതുപോലെ തന്നെ ഒരു DNS നെയിമും പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അകത്ത് വരുന്ന പോഡ്സിന് റീക്രിയേഷനോ എന്തെങ്കിലും നോട്ട്സിൽ വരുന്ന പോഡ്സ് റീക്രിയേറ്റ് ആവോ ക്രാഷ് ആവോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിനെ ഒരു സർവീസ് ഈ ഒരു കമ്മ്യൂണിക്കേഷനെ ഇത് അഫക്റ്റ് ചെയ്യില്ല. കാരണം എപ്പോഴും ഈ ഒരു DNS നെയിമും ഈ ഒരു സ്റ്റാറ്റിക് ഐപിയും യൂസ് ചെയ്തിട്ടായിരിക്കും ഇവർ കണക്ട് ചെയ്യുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, ലോഡ് ബാലൻസിങ്ങും നമുക്ക് ഈ സർവീസ് ത്രൂ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 റെപ്ലിക്ക സെറ്റ് ഉണ്ടെങ്കിൽ അവൈലബിൾ ആയിരിക്കുന്നതിലേക്ക് ഈ ട്രാഫിക് ഫോർവേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് നമ്മൾ സർവീസിന്റെ പോർഷൻ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി ഒരു സ്റ്റേബിൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സർവീസസ് ഉണ്ട്. ക്ലസ്റ്റർ IP അതായത് ഇന്റേണൽ ക്ലസ്റ്റർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. പിന്നെ നോട്ട് പോർട്ട് ഉണ്ട്, അതായത് ഔട്ട്സൈഡ് എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ആപ്ലിക്കേഷന്റെ ഓരോ പോർട്ടും. അതുപോലെ ലോഡ് ബാലൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ എക്സ്റ്റേണൽ നെയിം ഉണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം കേട്ടോ. ഇപ്പൊ നമ്മൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റേബിൾ ആക്കാൻ വേണ്ടി പെർമനന്റ് സൊല്യൂഷൻ ആയിട്ടാണ് ഈ ഒരു സർവീസ് യൂസ് ചെയ്യുന്നത്. അത്രയും നോക്കിയാൽ മതി. ഇനി നെക്സ്റ്റ് കോമ്പോണന്റ് കുബർനെറ്റീസിൽ ഡിപ്ലോയ്മെന്റ് കോമ്പോണന്റ് ആണ്. നമ്മൾ ഓൾറെഡി ഒന്ന് സൂചിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതായത് പോർട്സിനെ സ്കെയിൽ അപ്പ് ചെയ്യുന്നതും ക്രിയേറ്റ് ചെയ്യുന്നതും അപ്ഡേറ്റ് ചെയ്യുന്നതും ഒക്കെ ഇത് യൂസ് ചെയ്തിട്ടാണ്. ഏറ്റവും ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ ഒരു ആപ്ലിക്കേഷന്റെ സ്റ്റേറ്റിനെ മാനേജ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി മാനേജ്മെന്റ് ചെയ്യുന്ന അത് ഡിപ്ലോയ്മെന്റ് യൂസ് ചെയ്തിട്ടാണ്. അതായത് പോഡിനെ ക്രിയേറ്റ് ചെയ്യുന്നത്, എന്തെങ്കിലും ഒരു ചേഞ്ച് നമ്മുടെ ആപ്ലിക്കേഷന് വരുന്ന സമയത്ത്, അതായത് ഇപ്പോൾ ഒരു പുതിയ വേർഷൻ നമ്മുടെ ആപ്ലിക്കേഷനിൽ റിലീസ് ആവുകയാണെന്നുണ്ടെങ്കിൽ പോഡ്സിനെ അപ്ഡേറ്റ് ചെയ്യുന്നത്, അതുപോലെ ട്രാഫിക് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പോഡ്സിന്റെ കൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഡിപ്ലോയ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഇഷ്യൂസ് വരുന്ന സമയത്ത് പ്രീവിയസ് വേർഷനിലേക്ക് നമ്മുടെ ആപ്ലിക്കേഷന്റെ റോൾ ബാക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു പ്രോസസ്സിനെ ഓട്ടോമേറ്റ് ചെയ്യുന്നത് ഡിപ്ലോയ്മെന്റ് ത്രൂ ആണ്. പിന്നെ ഡിപ്ലോയ്മെന്റ് ഒബ്ജക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഡോക്കറിന്റെ കേസിൽ YAML ഫയൽ കോൺഫിഗറേഷൻ ഫയൽ ക്രിയേറ്റ് ചെയ്തില്ലേ, അതുപോലെ നിങ്ങൾക്ക് YAMLോ JSONോ എടുക്കാം. ഇവിടെ നമ്മൾ നമ്മുടെ ആ ഒരു ഡിപ്ലോയ്മെന്റ് പ്രോസസ്സിനെ ഡിഫൈൻ ചെയ്യുന്ന കോൺഫിഗറേഷന്റെ സെറ്റപ്പിനെ ഡിഫൈൻ ചെയ്യുന്നത് ഈ ഒരു ഫയലിലായിരിക്കും. അത് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ റിയാക്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ഞാൻ ഈ ക്യൂബർനെറ്റീസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതും ഈ ഒരു കോൺഫിഗറേഷൻ നമ്മൾ പ്രീവിയസ്ലി ഡിസ്കസ് ചെയ്തതും ഇപ്പൊ ചെയ്യുന്നതും എല്ലാം YAML ഫയൽ വെച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പം എങ്ങനെയാണ് ഒരു ഡിപ്ലോയ്മെന്റ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ആപ്ലിക്കേഷനെ റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇപ്പോൾ ഫ്രഷ് ആയിട്ട് വരുവാണെങ്കിൽ എത്ര നമ്പർ ഓഫ് പോർട്സ് വേണം, അതുപോലെ ബാക്കിയുള്ള സെറ്റിംഗ്സ് എവിടെയാണ് നമ്മുടെ ഡോക്കർ ഇമേജസ് ഉള്ളത്, അത് നമുക്ക് ഇപ്പോൾ ഡോക്കർ ഹബിലാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പുള്ള് ചെയ്തെടുക്കണമല്ലോ. എൻവയോൺമെന്റ് വേരിയബിൾസ് പോർട്സ് കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്യും. ഫസ്റ്റ് നമുക്ക് ഒരു ഡിസേർട്ട് സ്റ്റേറ്റിനെ സ്പെസിഫൈ ചെയ്യാം. നെക്സ്റ്റ് ക്യൂബർനെറ്റീസ് കറന്റ് അവൈലബിൾ ആയിരിക്കുന്ന സ്റ്റേറ്റ്സും നമ്മളുടെ ഡിസേർട്ട് സ്റ്റേറ്റും മാച്ച് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. പിന്നെ വൺസ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പോഡ് ക്രാഷ് ആവുകയാണെങ്കിൽ ക്യൂബർനെറ്റീസ് ഒരു ഡിപ്ലോയ്മെന്റ് ത്രൂ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിനെ ക്രിയേറ്റ് ചെയ്ത് റീപ്ലേസ് ചെയ്തോളും. സ്കെയിൽ അപ്പ് ചെയ്യണമെങ്കിൽ, അതായത് നമ്മുടെ പോഡ്സിനെ ഇൻക്രീസ് ചെയ്യണമെങ്കിലോ എയ്തർ ഡിക്രീസ് ചെയ്യണമെങ്കിലോ ഓട്ടോമാറ്റിക് ആയിട്ട് ഹാൻഡിൽ ചെയ്തോളും. വൺസ് പുതിയൊരു വേർഷൻ നമ്മൾ ഡിപ്ലോയ് ചെയ്യാമെന്ന് വിചാരിച്ചു, അതായത് പുതിയൊരു ഡോക്കർ ഇമേജ് നമ്മൾ പുഷ് ചെയ്യുന്ന സമയത്ത് ഗ്രാജുവലി എന്ത് ചെയ്തോളും, ഒരു ഓൾഡ് പോഡ്സിനെ ഒരു ന്യൂ പോഡ്സ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്തോളും. സീറോ ഡൗൺ ടൈം ആയിരിക്കും കേട്ടോ. ഞാൻ പ്രീവിയസ് ക്യൂബർനെറ്റീസിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഡൗൺ ടൈം അല്ലേ നമ്മുടെ കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ ഏറ്റവും കുറയ്ക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഡെവലപ്പേഴ്സും ഓപ്പറേഷൻ ടീമും ഒക്കെ നൈറ്റ് ഇരുന്ന് വർക്ക് ചെയ്യേണ്ടി വരും റിലീസിന്റെ ടൈമിൽ. അപ്പോൾ അതിനെ റെഡ്യൂസ് ചെയ്യാൻ, അത് സീറോ ഡൗൺ ടൈമിൽ ഈ ഒരു ഡിപ്ലോയ്മെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻ കേസ് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരുന്ന സമയത്ത് പ്രീവിയസ് വേർഷനിലേക്ക് റോൾ ബാക്ക് ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക് സ്കെയിലിംഗ്, സെൽഫ് ഹീലിംഗ്, സീറോ ഡൗൺ ടൈം അപ്ഡേറ്റ്സ്, വേർഷൻ കൺട്രോൾ ഒക്കെയാണ് ഇതിന്റെ ഏറ്റവും കീ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിന്റെ ഡിപ്ലോയ്മെന്റ് ഈ ഒരു എന്താ പറയുക ആക്ച്വൽ റിയൽ വേൾഡ് എക്സാമ്പിൾ വെച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവും കേട്ടോ. ഇനി അടുത്ത രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺഫിഗറേഷൻ ഒബ്ജക്ട്സിനാണ് നോക്കാൻ പോകുന്നത്. അതായത് രണ്ട് മെയിൻ കോമ്പോണൻസ്, കോൺഫിഗ് മാപ്പും അതുപോലെ സീക്രട്സും. ഇനി കോൺഫിഗ് മാപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ രണ്ട് ടൈപ്പ് ഡാറ്റ ഉണ്ടാവില്ലേ, സെൻസിറ്റീവ് ഡാറ്റ ഉണ്ടാവും, നോട്ട് സെൻസിറ്റീവ് ആയിട്ടുള്ള കോൺഫിഗറേഷൻ ഡാറ്റാസും ഉണ്ടാവും. ഇതിൽ ഈ നോൺ സെൻസിറ്റീവ് കോൺഫിഗറേഷൻ ഡാറ്റേനെ കീ വാല്യൂ പെയേഴ്സ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന
ഒബ്ജക്റ്റ് ആണ് ഈ കോൺഫിഗറേഷൻ മാപ്പ് എന്ന് പറയുന്നത്. അതായത് എന്താ പറയുക, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കോൺഫിഗറേഷൻ ഫയൽസിലെ യാമൽ ഫയൽ, ജേസൺ ഫയൽ, അതുപോലെ തന്നെ എൻവിറോൺമെന്റ് വേരിയബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, ഇങ്ങനത്തെ ഡാറ്റാസ് ഒക്കെ അധികം സെൻസിറ്റീവ് അല്ലല്ലോ. അപ്പൊ ഇതിനെ സ്റ്റോർ ചെയ്യുന്നതാണ് ഈ ഒരു കോൺഫിഗ് മാപ്പ് യൂസ് ചെയ്തിട്ട്. ഇനി സീക്രട്സ് അതിന്റെ ഓപ്പോസിറ്റ്, അതായത് സെൻസിറ്റീവ് ഡാറ്റാസ്, ഇപ്പോൾ API കീസ്, നമ്മുടെ പാസ്വേഡ്സ്, SSH കീസ്, ഇങ്ങനത്തെ ഡാറ്റാസിനൊക്കെ സെക്യൂർ ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യണം. അപ്പൊ അതിന് സെൻസിറ്റീവ് ഡാറ്റനെ ഹാൻഡിൽ ചെയ്യുന്നത് സീക്രട്സ് ത്രൂ ആണ്. ഇപ്പോൾ ഈ ഒരു സെൻസിറ്റീവ് ഡാറ്റനെ എൻകോഡ് ചെയ്തിട്ട്, ഇപ്പൊ ഏതെങ്കിലും ഒരു എൻകോഡഡ് ആൽഗോരിതം, ഇപ്പൊ base64 ഒക്കെ യൂസ് ചെയ്ത് എൻകോഡ് ചെയ്തിട്ടായിരിക്കും കീപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റോൾ ബേസ്ഡ് ആക്സസ് ആയിരിക്കും വരുന്നത്. ആക്സസ് കൺട്രോൾ, ഇപ്പം ഏതൊക്കെ സ്പെസിഫിക് ഓതറൈസ്ഡ് പോർട്സിനോ അല്ലെങ്കിൽ ഓതറൈസ്ഡ് യൂസേഴ്സിനാണ് ആക്സസ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കിയിട്ട് അതൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്യും കേട്ടോ. അതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. അപ്പം ഇത് രണ്ടുമാണ് ഇമ്പോർട്ടന്റ്. ഇനി നമുക്ക് ഫൈനൽ കോമ്പോണന്റിലേക്ക് വരാം. അത് ETCD ആണ് കേട്ടോ. അതായത് നമ്മൾ മോംഗോഡിബിയിലൊക്കെ ഡാറ്റ കീ വാല്യൂ പെയർസ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കൂലേ, അതുപോലെ ഇവിടെ ക്ലസ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാസ് കീ വാല്യൂ പെയർസ് ആയിട്ട്, ഡിസ്ട്രിബ്യൂട്ടഡ് കീ വാല്യൂ പെയർസ് ആയിട്ട് ഇവിടെ ആയിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഒരു ഡാറ്റാബേസ് പോലെ ഇതിനെ കൺസിഡർ ചെയ്താൽ മതി. അവിടെ ഒരു ക്യൂബർനെറ്റീസിന്റെ ക്ലസ്റ്റർഡ് സ്റ്റേറ്റ്സിനെ സ്റ്റോർ ചെയ്യും. അതുകൊണ്ടാണ് ETCDനെ ബ്രെയിൻ ഓഫ് ക്യൂബർനെറ്റീസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ എന്തൊക്കെ ഡാറ്റാസ് ആണ് ഇവിടെ വരാൻ പോസിബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ നോട്ട്സ്, പോർട്സ്, സീക്രട്ട് കോൺഫിഗ് മാപ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ, ക്ലസ്റ്റർ കോൺഫിഗറേഷൻ ഡീറ്റെയിൽസ്, സർവീസ് അക്കൗണ്ട് ഡീറ്റെയിൽസ്, RBAC റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോൾ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കീ വാല്യൂ പെയർസ് ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യും. അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് പോർട്സ് ഏതൊക്കെയാണ്, റണ്ണിങ് ഡിപ്ലോയ്മെന്റ്സ്, അതുപോലെ തന്നെ ഹെൽത്തി നോട്ട്സ് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. മെയിൻലി ഇത് ഒരു നമ്മുടെ കൺട്രോൾ പ്ലെയിൻ അല്ലെങ്കിൽ മാസ്റ്റർ നോട്ട്സിന്റെ ഒരു പാർട്ട് ആയിരിക്കും കേട്ടോ. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ക്യൂബർനെറ്റീസിന്റെ കോമ്പോണൻസ്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് വരുന്ന ഇതിന്റെ ആർക്കിടെക്ചർ ഡിഫൈൻ ചെയ്യാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും യൂസ്ഫുൾ ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആർക്കിടെക്ചർ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഓരോ കോമ്പോണൻസിനെ പറ്റിയും ഒരു ബേസിക് നോളജ് നമുക്ക് ഉണ്ടാവണം. പിന്നെ നിങ്ങൾക്ക് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇത് സെറ്റ് ചെയ്തിട്ട് കോഡ് ചെയ്യുമ്പോഴേ നമുക്ക് എന്തായാലും പ്രാക്ടിക്കൽ എക്സാമ്പിൾ കാണുമ്പോഴേ എനിക്ക് തന്നെ അറിയാം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പക്ഷേ ഒരു ആർക്കിടെക്ചർ പഠിച്ചിട്ട് നമ്മൾ കോഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഫസ്റ്റ് പറഞ്ഞു തന്നത്. അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് റെഫർ ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസിന്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തേക്കാം. ഞാനിപ്പം AI ടൂൾസ് കൂടാതെ കുറച്ച് ആർട്ടിക്കിൾസും കൂടെ വായിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തത്. അപ്പം അതും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. അപ്പം എൻ്റെത് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ വിത്ത് എക്സാമ്പിളും ഡയഗ്രം ഒക്കെ യൂസ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതും ഒന്ന് റെഫർ ചെയ്യാൻ ട്രൈ ചെയ്യാട്ടോ. പിന്നെ എനിക്ക് 2-3 വീഡിയോസിലായിട്ട് ഒരു കമന്റ്സ് വരുന്നതാണ്, ഡെവോപ്സ് എന്ന് പറയുന്നത് ഫ്രഷേഴ്സിന് പറ്റുന്ന ജോബ് അല്ല എന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡെവോപ്സ് എഞ്ചിനീയർ എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി അല്ല. അതായത് നമ്മുടെ ഡെവലപ്മെന്റ് ടീമിലും ഓപ്പറേഷൻ ടീംസിലൊക്കെ ഫ്രഷേഴ്സ് വരുന്നില്ലേ, ഈ ഓപ്പറേഷൻ ടീമിനെ എൻഹാൻസ് ചെയ്തതാണ്, അവരുടെ ഒരു പ്രോസസ്സിനെ ഓട്ടോമേറ്റ് ചെയ്തതാണ് ബേസിക്കലി ഡെവോപ്സിൽ നമ്മൾ ചെയ്യുന്നത്. ഡെവോപ്സ് ഈ ഒരു എന്താ പറയാ, ഓപ്പറേഷൻ ടീമിലല്ലേ അവർ റിലീസും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ ഫ്രഷർ ആയിട്ട്, ഓപ്പറേഷൻ ടീമിന്റെ ഫ്രഷർ ആയിട്ട് ജോയിൻ ചെയ്യുക. ഡെവോപ്സിന്റെ എല്ലാ കോൺസെപ്റ്റും അറിഞ്ഞ ഒരു സീനിയർ ആയിട്ടല്ലല്ലോ ഒരു ഫ്രഷർ വരുന്നത്. ഏറ്റവും ബേസിക് ആയിട്ട് ഒരു വേർഷൻ കൺട്രോൾ സിസ്റ്റം, അതുപോലെ തന്നെ ലിനക്സ് കമാൻഡ്സ്, ഇതൊക്കെ പഠിച്ചിട്ട് നിങ്ങൾ ഒരു ഓപ്പറേഷൻ ടീമിന്റെ പാർട്ട് ആവുക. ഞാൻ ഓൾറെഡി ഒരു റോഡ് മാപ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. എന്നിട്ട് അവിടെ നിന്ന് ഗ്രാജുവലി നിങ്ങൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പം ബിടെക്കോ അല്ലെങ്കിൽ ഒരു ഡിഗ്രി കോഴ്സോ കംപ്ലീറ്റ് ചെയ്തവർക്ക് ഏതെങ്കിലും ഒരു സ്ക്രിപ്റ്റ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ പറ്റി ഒരു ബേസിക് നോളജ് ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് വേരിയബിൾസ്, ഗ്രൂപ്പ്സ്, കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ ഒരു നോളജ് ഉണ്ടാവുമല്ലോ. അവിടെ നിന്നിട്ട് എവിടെയാണോ നമ്മൾ ചെന്നപ്പെടുന്നത് അവിടെ നിന്നിട്ടാണ് നമ്മൾ വളരുന്നത്. ഇപ്പൊ ഞാനൊക്കെ ബിടെക് കഴിഞ്ഞ് ജോലിക്ക് ജോയിൻ ചെയ്തപ്പം എനിക്ക് ഒരു പ്രാക്ടിക്കൽ നോളജ് ഉണ്ടായിരുന്നില്ല. ഒന്നുമേ അറിയില്ലായിരുന്നു. എനിക്ക് കുറച്ച് ജാവേന്റെ ബേസിക്സും കുറച്ച് ഡാറ്റാബേസ് എന്താ പറയുക കൺട്രോൾസും SQL കമാൻഡ്സും അല്ലാതെ ഒന്നും അറിയില്ലായിരുന്നു. ഇനി നമ്മൾ നിന്ന് നമ്മൾ തന്നെ എന്താ പറയുക എൻഹാൻസ് ചെയ്യുക. നമ്മൾ ഡേ ബൈ ഡേ ഗ്രോ ചെയ്യുക. നമ്മളിപ്പോൾ കുറച്ച് മൂവീസും അതും ഇതൊക്കെ കാണുന്നത്, കുറച്ച് റീൽസിന്റെ ഒക്കെ ടൈം കട്ട് ഡൗൺ ചെയ്തിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. ഫ്രഷേഴ്സിനൊക്കെ അധികം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവില്ലല്ലോ. എന്താ പറയാ, ഇപ്പോ കുട്ടി, കല്യാണം, കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ നിങ്ങളുടെ ഒരു സ്റ്റേറ്റിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് പഠിക്കാൻ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന ടൈമാണ്. സോ വീട്ടിൽ വന്നിരുന്നിട്ട് അഡീഷണൽ ടൈം സ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏരിയയിൽ ഡെവോപ്സിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ടൈം സ്പെൻഡ് ചെയ്ത് ഓരോ ടൂൾസും ടെക്നോളജീസും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ട്യൂട്ടറിനെ ഓൺലൈനിലും കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ആർട്ടിക്കിൾസ് എല്ലാത്തിലും ഇപ്പൊ അവൈലബിൾ ആണ്. നമ്മളിപ്പോ AI കാലത്തല്ലേ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു
AI അസിസ്റ്റൻസ് ത്രൂ നിങ്ങൾക്ക് പഠിക്കാം. പണ്ടത്തെ പോലെയല്ല, ഒരുപാട് ഒരുപാട് ഫ്രീ ട്യൂട്ടോറിയൽസും അതുപോലെ തന്നെ ഡോക്യുമെന്റ്സ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. പഠിക്കുക, എൻഹാൻസ് ചെയ്യുക. ഇതെനിക്ക് പറ്റില്ല, ഇതെനിക്ക് പറ്റില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നവരും പറ്റില്ലാതെ ഇരിക്കുക. പക്ഷെ പഠിക്കുന്നതിനനുസരിച്ച് ഇതെല്ലാം നിങ്ങളുടെ കയ്യിൽ വരും. മനസ്സിലായോ? അപ്പം അത് പഠിക്കാൻ ട്രൈ ചെയ്യുക കേട്ടോ. ഒന്നും ആർക്കും പറ്റില്ല എന്നൊന്നുമല്ല. നിങ്ങൾ പറയുന്ന പോലെ ഡെവോപ്സിന്റെ ആ കംപ്ലീറ്റ് കോർ ചിലപ്പോൾ ഒരു ഫ്രഷറിന് പറ്റൂലായിരിക്കും. പക്ഷെ നിങ്ങൾ ഓപ്പറേഷൻ ടീമിന്റെ പാർട്ടായിട്ട് നിങ്ങൾക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിന്ന് പതുക്കെ പതുക്കെ പഠിച്ചെടുക്കുക കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.